അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓട്സ് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. ഓട്സ് ദിവസവും കഴിക്കുന്നതും ഒരുപാട് നല്ലതാണ്. ദിവസവും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും ആഴ്ചയിൽ കഴിക്കുന്നത് ഒരുപാട് നല്ലതായിരിക്കും. ഇനി ഓട്സ് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഓട്സ് ഞാൻ റോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. എത്രത്തോളം പൊടിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം നല്ലവണ്ണം പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഓട്സ് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും ചെറിയ തരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. നമ്മൾ പൊടിച്ചെടുത്ത ഓട്സ് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഓട്സ് എടുത്ത് പൊടിച്ചെടുക്കാം. ഇതൊന്ന് അരിച്ചെടുക്കാം. അതെല്ലാം ഒന്ന് അരിച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ ചെറിയ ചെറിയ തരികളുണ്ട്, അത് നമുക്ക് മാറ്റാം. ഇത് ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഏത് കപ്പിലാണോ ഓട്സ് അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് ഓട്സ് എടുത്തു. അതേ കപ്പിന്റെ അളവിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ വെള്ളം. ഇപ്പം വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഈ ഒരു സമയം നമ്മൾ അരിച്ചെടുത്ത ഓട്സ് പൊടി ഉണ്ടല്ലോ, ഇതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. വെള്ളമൊക്കെ വലിച്ചെടുക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ എണ്ണയോ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണയോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല. അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. വേറൊരു പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ വെച്ചിരിക്കാം. എല്ലാം ഒന്ന് സെറ്റായി വരട്ടെ. ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകമാണ്, ചെറിയ ജീരകമല്ല. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ഏലക്ക ചതച്ചെടുത്തതാണ്. തൊണ്ട് മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നല്ലൊരു പെരിഞ്ജീരകം മൂത്തതിന്റെ ഒരു മണമൊക്കെ വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തിട്ടുള്ളതാണ്. ചതച്ചെടുക്കുമ്പോൾ മാത്രമേ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഒരു 20 സെക്കൻഡ് ആയപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് 5 സവാള നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 4 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ചെറിയ മീഡിയം സൈസ് സവാള ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്. സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് പിന്നീട് ലാസ്റ്റ് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള എല്ലാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പൊ സവാളൊക്കെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 1 എണ്ണം എടുത്തിട്ടുള്ളത്. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാളയൊക്കെ വഴന്ന് ചെറിയൊരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പൊ സവാള എല്ലാം ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഈ ഒരു സമയം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം
മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിന് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. കൂടി പോകരുത്, ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമ്മൾ വഴറ്റിയെടുത്ത ചൂടായ സവാളയിലല്ലേ നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക, വലുതാണെങ്കിൽ 1 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി എല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റായി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയെല്ലാം നല്ല സോഫ്റ്റായിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് ഞെരടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുട്ട പുഴുങ്ങിയെടുത്തിട്ട് ഇത് വരഞ്ഞ് വെച്ചിരിക്കുകയാണ്. 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കാം. ഇനി മുട്ടയിലും കൂടി ഒന്ന് മസാല പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. മുട്ട ഒന്ന് നല്ലതുപോലെ ചൂടാവണം. ഇനി തുറന്ന് നോക്കാം. അപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റ് ഇതാ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മളിതിലൊട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചെറിയൊരു ചൂടുണ്ട്, ആ ചൂടോട് കൂടി തന്നെ കുഴയ്ക്കാം. അപ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിന് ശേഷം നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പം നല്ലവണ്ണം ഇതാ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓട്സ് പൊടിച്ച് ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കറക്റ്റ് അളവിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 1 കപ്പ് ഓട്സിന് 1 കപ്പ് വെള്ളം കറക്റ്റ് അളവാണ്. ഇപ്പോൾ കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതായി ഒരു രീതിക്ക് ഉരുട്ടിയെടുക്കുക. കുറച്ച് ഒരു നാരങ്ങ വലുപ്പത്തിലാണ് ഇതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ അതെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 1 കപ്പ് ഓട്സ് പൊടിച്ചതിൽ നിന്നും 6 ഉരുളകളാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. നിങ്ങളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല, ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഒന്ന് നല്ലവണ്ണം കുഴച്ച് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയൊന്നും ചേർക്കാതെ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ നമ്മൾ ഓട്സ് പൊടിച്ചെടുത്തതിൽ കുറച്ച് പൊടിയോ ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക. ഇനി നമ്മളെടുത്ത ഒരു ഉരുള മാവ് എടുക്കുക. എല്ലാ ഭാഗത്തും ഈ പൊടി മാവ് ആക്കി കൊടുക്കുക. കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് പരത്തിയെടുക്കുക. ഇപ്പൊ അതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തി എടുക്കുന്നത് പോലെ കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ. അപ്പൊ നമ്മൾ സാധാരണ ഗോതമ്പ് പൊടിയിൽ പരത്തി എടുക്കുന്നത് പോലെ കറക്റ്റ് ഷേപ്പിന് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പൊ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ
കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇത് വേണം നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുട്ടിട്ടെടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ബാക്കിയുള്ള മാവങ്ങ് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അടപ്പ് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ കനം കുറച്ചാണ് പരത്തി എടുത്തിട്ടുള്ളത്. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഓരോന്നായിട്ടിട്ട് ചുട്ടെടുക്കാം. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കാം. അപ്പൊ ഇതുപോലെ വീർത്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നെയ്യോ എണ്ണയോ ഒക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒട്ടും എണ്ണയോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല. രണ്ട് സൈഡും ഇതാ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഓട്സ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ്, വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ദാ ഓട്സ് വെച്ചിട്ടുള്ള ചപ്പാത്തി എല്ലാം എന്താ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്, നല്ല സോഫ്റ്റുമാണ്. ഇത് നമുക്ക് ഒരു ദിവസം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. സാധാരണ ചപ്പാത്തി പോലെ ഡ്രൈ ആയി പോവുകയോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് വെച്ചിട്ടുള്ള ചപ്പാത്തി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടല്ലേ, തൊടുമ്പോൾ തന്നെ നല്ല പിഞ്ഞ് വന്നോളും, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ മുട്ട റോസ്റ്റും ഓട്സ് വെച്ചിട്ടുള്ള ചപ്പാത്തിയും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്